വെൽക്കം ടു ഫീനിക്സ് ആർട്ട് വേൾഡ്. നമുക്കെല്ലാവർക്കും അറിയാം, അറബിക് കാലിഗ്രഫി ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കലം പെൻ തന്നെയാണെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം, ലോക്ക്ഡൗൺ ഇതെല്ലാം ആയതുകൊണ്ട് നമുക്ക് ഈ കലം പെൻ വാങ്ങാനോ അത് ഉപയോഗിക്കാനോ പറ്റിയെന്ന് വരില്ല. അതുമാത്രമല്ല, ഇത് എല്ലാവർക്കും വാങ്ങാൻ അവൈലബിൾ ആകണമെന്നുമില്ല. സോ അങ്ങനെയുള്ളവർക്കൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ കലം പെന്നിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്ത് ഒരു കാലിഗ്രഫി ചെയ്യാൻ പറ്റിയ ഒരു പെൻ ഉണ്ടാക്കുകയാണ്. സോ അതിനുള്ള വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം ഈ പെൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു അറബിക് കാലിഗ്രഫി കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഐസ്ക്രീം സ്റ്റിക്ക് കൂടാതെ ഒരു റീഫില്ലബിൾ ആയിട്ടുള്ള പെന്നും ഒരു പേപ്പർ കട്ടർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പെൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഭയങ്കര ഡ്രൈ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഓവർനൈറ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തിനാണ് ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചെന്നുള്ളത് പെൻ ഉണ്ടാക്കിയതിന് ശേഷം പറയാം. സോ ഞാനിപ്പോൾ വെള്ളത്തിൽ മുക്കി വെച്ച ഇത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമുള്ള സ്റ്റിക്കിലാണ് ഞാൻ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നത്. സാധാരണ ചെയ്യാൻ നേരത്ത് ഔട്ട്ലൈൻ വരക്കണമെന്നില്ല, പക്ഷേ ഇപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഔട്ട്ലൈൻ വരക്കുന്നത്. കലം പെന്നിലൊക്കെ കാണുന്നത് പോലെ ആ ഒരു ട്രയാങ്കുലർ ടിപ്പ് തന്നെയാണ് ഇതിലും കൊടുക്കുന്നത്. അതിനുശേഷം പെന്നിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ചെറിയ പോർഷൻ താഴത്തേക്ക് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ സൈസ് അറിയാൻ വേണ്ടി ഞാൻ ഏത് പെന്നാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടിപ്പിൽ ഡയമീറ്റർ കണ്ടുപിടിച്ച് അത് സ്റ്റിക്കിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് പോരും എന്നുള്ള പേടിയൊന്നും വേണ്ട. സോ ഇതിന് ശേഷം ഞാൻ ഈ ഔട്ട്ലൈനിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ ഒരു ചെറിയ തിക്നെസ് ഉണ്ടാവുമല്ലോ. സോ അതിൻ്റെ മുകളിലെ ഭാഗത്തെല്ലാം ഇങ്ങനെ ഒന്ന് കളയുന്നുണ്ട്, അതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ പെന്നിൽ കലമിൽ കാണുന്നത് പോലെ ഒരു സ്ലാൻഡിങ് കട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ആ ടിപ്പിൻ്റെ ആ ഭാഗത്തോട്ട് എത്തുമ്പോഴേക്കും ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ അത്രയുള്ള തിക്നെസ് വേണ്ട. ഇതിന് ശേഷം ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും 4 മില്ലിമീറ്ററിന് താഴെയുള്ള കലം പെന്നിലാണെങ്കിൽ സ്ലിറ്റിൻ്റെ ആവശ്യമില്ല. ഇതിന് ശേഷം ഈ പെന്നിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നല്ല ടൈറ്റ് ആയിരിക്കും. സോ സൈഡൊന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ശരിക്കും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഈ സംഭവം പുറത്തേക്ക് വരാതിരിക്കുകയുള്ളൂ. ഞാൻ കലം ഉണ്ടാക്കിയപ്പോൾ ഇതിൽ ഈ പെന്നിൻ്റെ ക്യാപ്പ് കൂടി ഇടാൻ പാകത്തിനാണ് ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തത്, കലമിൻ്റെ ടിപ്പെല്ലാം കട്ട് ചെയ്ത് കൊടുത്തത്. സോ എനിക്കിപ്പോൾ നേരത്തെ ഈ ഇപ്പോൾ ഉണ്ടാക്കിയതിൽ കയറാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡെല്ലാം ഒന്നുകൂടി ഷേപ്പ് ചെയ്തിട്ട് പെന്നിൻ്റെ മൂടി വെച്ച് അടക്കുന്നുണ്ട്. കലം പെന്നും കാലിഗ്രഫി പെന്നും ഒക്കെ ഇതുവരെ വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത്. സോ ഇതിൽ ഞാൻ ഒന്ന് ഇങ്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടിപ്പെന്ന് പറയുന്നത് ഞാൻ നേരത്തെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള ടിപ്പാണ്. സോ ഇത് വെച്ച് എഴുതുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല ലൈൻ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിന് പകരം ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഐസ്ക്രീം സ്റ്റിക്ക് വളരെ ഡ്രൈ ആയിരുന്നു എന്നും. സോ ആ വളരെ ഡ്രൈ ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇങ്കിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ കുറേ ലൈൻസ് പോലെ കാണാൻ പറ്റും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ തന്നെ ഓവർനൈറ്റ് ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെള്ളത്തിൽ മുക്കിയിട്ടത്. അതിനുശേഷം അത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് കട്ട് ചെയ്തത്. സോ ഇതിന് ശേഷം ഈ പെന്നിൻ്റെ ഉപയോഗം കാണിക്കാൻ വേണ്ടി ഒരു കാലിഗ്രഫി ചെയ്യുന്ന ട്യൂട്ടോറിയലായിട്ടല്ല ചെയ്യുന്നത്, വെറുതെ ചെയ്ത് കാണിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കലം പെൻ യൂസ് ചെയ്യുന്നതും ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടുള്ള പെൻ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ അത് കുറച്ചുകൂടി സ്മൂത്തറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റഫായിരിക്കും, പക്ഷെ ചെയ്ത് വരുമ്പോൾ അതിലാ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെയാണ് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഞാൻ കലം പെൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോയും ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് കലം പെൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. Thanks for watching the video and see you all with a new video.